മതമല്ല 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 പ്രശ്നം. മതമല്ല, വിശപ്പാണ് അത്ര പ്രധാനം. എന്നാൽ കുറെ കപ്പ പുഴുങ്ങി എല്ലാവർക്കും കൊടുത്ത് കേരളത്തിന്റെ പ്രശ്നം തീർക്കാൻ പറ്റും. ഇതല്ല, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി. സണ്ണി എം കബിക്കാട് നടത്തിയ കൊടുങ്ങല്ലൂർ പ്രസംഗം ഏറെ ചർച്ചയായിരുന്നു. വിശപ്പാണ് പ്രശ്നമെങ്കിൽ കുറച്ച് കപ്പ പുഴുങ്ങി കൊടുത്താൽ കേരളത്തിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കാമല്ലോ. വിശപ്പല്ല, മനുഷ്യന്റെ ഡിഗ്നിറ്റിയാണ്, അന്തസ്സാണ് പ്രശ്നം. മുസ്ലിങ്ങൾക്കും ദലിതനും ആദിവാസികൾക്കും ഒക്കെ ഇവിടെ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെയാണ് ശരി എന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യാ വാർത്ത. ഏറെ വേദനയോടെയാണ് കഴിഞ്ഞ ദിവസം ആ ദുരന്ത വാർത്ത നാം കേട്ടത്. മിടുക്കനായ ആ ദലിത് വിദ്യാർത്ഥി ജീവനൊടുക്കിയത് നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തൻ്റെ അധ്യാപകരിൽ നിന്നും ഏൽക്കേണ്ടി വന്ന കൊടിയ അധിക്ഷേപത്തിൻ്റെയും മാനസിക പീഡനത്തിൻ്റെയും ഫലമായിട്ടാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ലോൺ ആപ്പ് വഴി ലോൺ എടുത്തതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെ മരണകാരണമായി കാണാനാവില്ലെന്നാണ് സഹപാഠികളുടെയും കുടുംബത്തിൻ്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നിതിൻ രാജ് പഠിക്കാൻ മിടുക്കനായതുകൊണ്ടാണ് ഗവൺമെൻറ് കോട്ടയിൽ പ്രവേശനം ലഭിച്ചത്. എന്നിട്ടും നിതിൻ രാജിനു നേരെ കോളേജിലെ ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ ജാതി അധിക്ഷേപവും അവഹേളനവുമാണ് ആ മിടുക്കനായ കുട്ടിയുടെ ജീവൻ അപഹരിച്ചത്. കാരണക്കാരെന്ന് കരുതുന്ന അധ്യാപകരായ ഡോക്ടർ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമാത്രം പോരാ, ശരിയായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് മാതൃകാപരമായി ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം. മറ്റൊരു മുസ്ലിം വിദ്യാർത്ഥിനി അടക്കമുള്ളവർക്കും ഇത്തരത്തിൽ അധിക്ഷേപവും വിവേചനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടെന്ന് നിതിൻ രാജിന്റെ കുടുംബവും സഹപാഠികളും മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഗൗരവത്തോടെ അക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങളും പീഡന ആത്മഹത്യകളും കേരളത്തിലും സാധാരണ സംഭവമായി മാറുകയാണ്. 2004 ജൂലൈ 22 രജനി എസ് ആനന്ദ് എന്ന 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഹൗസിംഗ് ബോർഡിന്റെ 7ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. ദലിത് വിഭാഗത്തിൽ നിന്നുള്ള രജനി പഠിച്ചിരുന്നത് അടൂർ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. വിദ്യാഭ്യാസ വായ്പ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു അവർ മരണം വരിക്കുന്നത്. അത് കേരളത്തിൽ വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമായി. ചെന്നൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ 2019 വിദ്യാർത്ഥിയായിരുന്ന ഫാത്തിമ ലത്തീഫ് അധ്യാപകന്റെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. മുസ്ലിം സ്വത്വത്തെ മുൻനിർത്തിയുള്ള നിരന്തര അധിക്ഷേപമാണ് മിടുക്കിയായ ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2017 ജനുവരി 6 കോഴിക്കോട് വടകര സ്വദേശി ജിഷ്ണു പ്രണോയ് എന്ന ബിടെക് വിദ്യാർത്ഥി പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. കോളേജിൽ മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിൽ ഒരു ഇടിമുറിയുണ്ടെന്നും ഇവിടെ വിദ്യാർത്ഥികൾ ഭേദ്യം ചെയ്യപ്പെടാറുണ്ടെന്നും വിദ്യാർത്ഥികളുടെയും കുടുംബത്തിന്റെയും ഭാഗത്തു നിന്ന് ആരോപണം ഉയർന്നിരുന്നു. വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തെങ്കിലും കുടുംബത്തിന് നീതി ലഭ്യമായില്ല. 2024 ഫെബ്രുവരി 18 വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ ഹോസ്റ്റൽ പരിസരത്തു നിന്ന് കണ്ടെത്തുന്നത്. കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തിയ ദിവസങ്ങൾ നീണ്ടുനിന്ന മാനസിക ശാരീരിക പീഡനമായിരുന്നു മരണകാരണം. പ്രിൻസിപ്പൽ അടക്കമുള്ള കോളേജ് അധികൃതരുടെയും ഹോസ്റ്റൽ ജീവനക്കാരുടെയും അനാസ്ഥയും കൃത്യനിർവഹണത്തിലുള്ള പാളിച്ചയുമായിരുന്നു മരണകാരണമെന്നതിനാൽ അവർക്കെതിരെ സർക്കാർ തല ശിക്ഷാ നടപടികൾ എടുക്കുകയുണ്ടായി. മർദ്ദനത്തിലേർപ്പെട്ട വിദ്യാർത്ഥികൾ വിചാരണ തടവിലുമാണ്. കേരളം ഏറെ ചർച്ച ചെയ്തൊരു കൊലപാതകമായിരുന്നു അത്. വേണ്ടത്ര നടപടികൾ ഇത്തരം എല്ലാ പ്രൊഫഷണൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൈക്കൊണ്ടിരുന്നെങ്കിൽ നിതിൻ രാജ് ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. മുകളിൽ സൂചിപ്പിച്ച എല്ലാ മരണങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറുകളാണ് എന്ന് കാണാം. മറ്റൊരു കാര്യവും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. തീരെ മാർക്ക് കുറഞ്ഞ സവർണരായ വിദ്യാർത്ഥികളാണ് സംവരണ ആനുകൂല്യങ്ങളുമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുന്നവരിൽ കൂടുതലും എന്നോർക്കണം. അവരുടെ മുന്നിലാണ് മിടുക്കരായ ദലിത്, പിന്നാക്ക, മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾ അപമാന ഭാരം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്.
രജനിയുടെ മരണത്തെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ജസ്റ്റിസ് ഖാലിദ് കമ്മീഷൻ നിലവിൽ വന്നത്. രജനിക്ക് വിദ്യാഭ്യാസ ലോൺ നിഷേധിച്ച ബാങ്കിന്റെ വക്കീൽ അവരുടെ അമ്മയോട് കുടുംബത്തിൽ ആർക്കെങ്കിലും മനോരോഗമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നതായി ഡോക്ടർ AK വാസു പറയുന്നു. രജനിയുടെ കന്യകാത്ത പരിശോധന നടത്തണമെന്ന ആവശ്യവും അന്വേഷണ സംഘം ഉയർത്തിയിരുന്നു. ഇന്ന് നിതിൻ രാജിന്റെ മരണത്തിന് കാരണം ലോൺ ആപ്പ് ആണ് എന്ന തരത്തിലേക്ക് മാറ്റുന്നതിനായി മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. ജാതീയമായ മരണങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ അങ്ങനെയല്ലാത്തൊരു കാരണം കണ്ടെത്തി ജാതി പീഡനം തേച്ചു മായ്ച്ചു കളയാനുള്ള നീക്കം പുതിയതല്ല. പ്രതിപ്പട്ടികയിലെ സംഗീത നമ്പ്യാരുടെ പേര് വെട്ടി സംഗീത എന്നാക്കി മാറ്റി അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളും ഇതേ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ PhD സ്കോളറും അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷനിലെ പ്രമുഖ വിദ്യാർത്ഥി നേതാവുമായിരുന്നു രോഹിത് വെമുല. 2016 ജനുവരി 17 ആത്മഹത്യ ചെയ്തത്. അത് ഇന്ത്യയിലാകമാനം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജാതി വിവേചനത്തിനെതിരായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. യൂണിവേഴ്സിറ്റി അധികൃതർ നടപ്പാക്കിയ സസ്പെൻഷനും സാമൂഹിക ബഹിഷ്കരണവുമാണ് വെമുലയെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. രോഹിത് വെമുലയുടെ അവസാന കത്ത് അത്യന്തം ഹൃദയഭേദകമാണ്. എൻ്റെ ജനനം തന്നെയാണ് എൻ്റെ ദുരന്തം, മൈ ബർത്ത് ഈസ് മൈ ഫേറ്റൽ ആക്സിഡന്റ് എന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള പോരാട്ട വീര്യമായി ആ കത്ത് മാറി. സർവകലാശാലയും ഗവൺമെന്റും സൃഷ്ടിച്ച ശത്രുതാപരമായ അന്തരീക്ഷമാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചതെന്നും അതുകൊണ്ട് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണെന്നും വലിയൊരു വിഭാഗം വാദിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദലിത് പിന്നാക്ക വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന വിവേചനങ്ങൾക്കും അവഹേളനങ്ങൾക്കുമെതിരെ അത് തടയുന്നതിനായി രോഹിത് വെമുല ആക്ട് നടപ്പാക്കണമെന്ന ആവശ്യം ഉയർന്നത്. കർണാടക സർക്കാർ അത് നിയമസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ഇത്തരം നിയമനിർമ്മാണം ഉടൻ തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. ഇനിയും കേരളത്തിൽ വെമൂലമാർ ഉണ്ടായിക്കൂടാ, നിതിൻ രാജുമാരും.